ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് HSA മോക്ക് ടെസ്റ്റിലെ 50 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ? അറ്റ് ലാഹോർ സെഷൻ ഓഫ് 1929, INC decided to observe 26th January 1930 as Independence Day. This session decided to launch civil disobedience movement. The Lahore session of 1929 was held under the presidency of Jawaharlal Nehru. It passed the solution to demand Purna Swaraj. ശരി ഉത്തരം all are correct. Okay. Next question. Identify the personality. Subhash Chandra Bose of Kerala. He served as the president of KPCC in 1939. He participated in the Salt Satyagraha in 1930, for which arrested at Kozhikode. He was the editor and publisher of Malayalam daily Al-Amin in 1924. So the right answer is Muhammad Abdul Rahman Sahib. Okay, Muhammad Abdul Rahman Sahib ആണ് ആ വ്യക്തിത്വം. ഓക്കെ, കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നൊക്കെ അറിയപ്പെട്ട വ്യക്തി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The scientific discipline that deals with the measurement and representation of the earth. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം എന്ന് കണ്ടെത്തുക. റൈറ്റ് ആൻസർ ജിയോഡസി ആണ്. ഓക്കെ, ഓർത്ത് വെക്കുക. ദ സയൻറ്റിഫിക് ഡിസിപ്ലിൻ ദാറ്റ് ഡീൽസ് വിത്ത് ദ മെഷർമെൻറ്റ് ആൻഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി എർത്ത്. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് ആയിട്ട് കൊടുത്തിരിക്കുന്ന പാർട്ട് എ, പാർട്ട് ബി ശരി ഉത്തരങ്ങൾ തന്നെയാണ്. നമുക്ക് അത് പഠിച്ചു പോവാം. ആരവല്ലി റേഞ്ചസ് എവിടം തൊട്ട് ഏതുവരെയാണ്? ഡൽഹി ടു അഹമ്മദാബാദ് അല്ലെങ്കിൽ ഗുജറാത്ത്. ഓക്കെ. നർമ്മദ വാലി റിഫ്റ്റ് വാലി എന്നറിയപ്പെടുന്നു. ദ പെനിൻസുലാർ പ്ലാറ്റോ അതിൻ്റെ ലെങ്ത്ത് 1600 കിലോമീറ്റർ, ദാറ്റ് ഈസ് ദ വെസ്റ്റേൺ ഘാട്ട്സിൻ്റെ നീളം അല്ലേ. ഈസ്റ്റ് കോസ്റ്റ് എന്നറിയപ്പെടുന്നത് നമ്മുടെ കാവേരി ഡെൽറ്റയാണ്. ഓക്കെ, ദ റൈസ് ബൗൾ ഓഫ് തമിഴ്നാടു എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ കാവേരി ഡെൽറ്റ കാരണമാണ്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം. ദ അപ്പർ എയർ സർക്കുലേഷൻ ഓർ സിസ്റ്റം ഇൻഫ്ലുവൻസിങ് ദ ഇന്ത്യൻ ക്ലൈമറ്റ് ഈസ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ആൻസർ സി ഓപ്ഷൻ ജെറ്റ് സ്ട്രീം ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ ഭൂമിയിൽ നിന്നും ഒരു 9 കിലോമീറ്റർ മേളിലോട്ട് പോകുമ്പോൾ 9 to 14 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഒരു ജെറ്റ് സ്ട്രീം നിൽക്കുന്നത്. നമുക്ക് സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീമും പോളാർ ജെറ്റ് സ്ട്രീമും ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഈ ബാക്കിയുള്ള പ്രതിഭാസങ്ങളും കൂടെ ഒന്ന് പഠിച്ചു പോവാം. എൽ നിനോ ആൻഡ് ലാ നിന എഫക്റ്റ് ഇന്ത്യൻ ക്ലൈമറ്റ് ഇൻഡയറക്ട്ലി വയ ഓഷ്യൻ ടെമ്പറേച്ചർ ആൻഡ് ട്രേഡ് വിൻഡ്സ്. ഓക്കെ, cyclones are low pressure surface phenomena, not a upper air system. Okay, next question. Which of the following statements are true? Article 279A of the Indian Constitution deals with the formation of GST Council. GST came into effect from 1st July 2017. Assam was the first state to approve the GST bill. The slogan of GST is One Nation, One Tax, One Market. ഇതെല്ലാം തന്നെ ശരി ഉത്തരമാണ്. ഓക്കെ, ഒന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നമുക്ക് പഠിച്ചു വയ്ക്കാനായിട്ട് കുറച്ച് ബ്രിട്ടീഷ് ആക്ട്സും അവ കൊണ്ടുവന്ന വൈസ്രോയ്സുമാണ്. ദ റെഗുലേഷൻ ആക്ട് ഓഫ് 1773, ആ സമയത്തെ ഇന്ത്യൻ വൈസ്രോയ് വാരൻ ഹാസ്റ്റിങ്സ്. സബ്സിഡറി അലയൻസ് ഓഫ് 1798, ലോർഡ് വെല്ലസ്ലി. ഡോക്ട്രിൻസ് ഓഫ് ലാപ്സ് 1848, ലോർഡ് ഡെൽഹൌസി. ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹവും ഇത് അബോളിഷ് ചെയ്തത് ലോർഡ് കോൺവാലിസുമാണ്, ഓർത്ത് വെക്കുക. അഗസ്റ്റ് ഓഫർ 1940, ലിലിത് ഗോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഏജൻസീസ് കംസ് അണ്ടർ ദ പ്രിവ്യൂ ഓഫ് ദി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്? The right answer is Prime Minister's Office. Section 24 of the RTI Act exempt intelligence and the security organizations. Okay, Director of Revenue Intelligence, Director of Enforcement, Assam Rifles, RAW, IB, NSG ഒക്കെ ഇതിൽ നിന്ന് എക്സെപ്റ്റഡ് ആണ്. എന്നാൽ ഈവൻ എക്സെപ്റ്റ് ഓർഗനൈസേഷൻ മസ്റ്റ് റെസ്പോണ്ട് ടു RTI's queries if the information sought related to corruption or human right violation ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവയും RTIയുടെ ആക്ടിന് കീഴിൽ തന്നെയാണ് അല്ലേ. അവരും എന്താണ് ആൻസർ പറയേണ്ടി വരും. ഓക്കെ, ശരി. Which among the following statement is not true about Lokpal? ഓക്കെ, ഇതിൽ ട്രൂ അല്ലാത്ത ഒരു ഓപ്ഷൻ ഉണ്ട്. ഏതാണെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്.
ലോക്പാൽ കൺസിസ്റ്റ് ഓഫ് ചെയർപേഴ്സൺ ആൻഡ് 8 മെമ്പേഴ്സ്, ശരി ഉത്തരമാണ്. എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ലോക്പാൽ 50% ആർ ഫ്രം ജുഡീഷ്യറി, അതും ശരിയാണ്. ദ റിട്ടയർമെൻറ്റ് ഏജ് ഓഫ് മെമ്പേഴ്സ് ഈസ് 70 ഇയേഴ്സ്. ഇതിൽ ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്തത്. അതായത് ചെയർപേഴ്സൺ ആൻഡ് ദ മെമ്പേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ അല്ല, പ്രസിഡൻ്റ് ആണ് എന്നുള്ളത് പഠിച്ചു വെക്കുക ലോക്പാലിൻ്റെ. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സിംഗിൾ ലാർജസ്റ്റ് ഐറ്റം ഓഫ് റിപ്പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ ഇന്ത്യ? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് അല്ലേ, നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് ലോൺ എടുത്തത് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ തുക ഇന്ത്യ ചിലവാക്കുന്നത് അല്ലേ. ഓക്കെ, അത് ഏകദേശം 139% ഈ 2024-25 കണക്കുകൾ അനുസരിച്ചിട്ട്. ഓക്കെ, വിച്ച് among the following terms was not included in the preamble enacted on 1949? Okay. ആൻസർ ഓപ്ഷൻ ബി ആണ്. അതെപ്പോഴാണ് കൂട്ടിച്ചേർത്തതെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് വാസ് ആഡഡ് ലേറ്റർ ബൈ ദ 42nd Amendment Act of 1976. ഓക്കെ, അപ്പോൾ ആ സമയത്ത് സോഷ്യലിസ്റ്റും സെക്യുലറുമാണ് കൂട്ടിച്ചേർത്തത്. ഓക്കെ, ഈ രണ്ട് വാക്കുകളാണ് 1976 അല്ലേ, 1976 കൂട്ടിച്ചേർക്കുന്നത് 42nd Amendmentലൂടെ. ഓക്കെ, അതൊന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, ദ വേർഡ് സ്നാച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്പോർട്സ് ഇവൻറ്റ്? കിട്ടിയായിരുന്നോ? ആൻസർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ്. ഓക്കെ, വെയ്റ്റ് ലിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം നമുക്ക് കുറച്ച് ടേംസും കുറച്ച് സ്പോർട്സും കൂടെ നമുക്ക് പഠിക്കാം. ഇപ്പോൾ ചൈന മാൻ, നൈറ്റ് വാച്ച്മാൻ ഏത് കളിയുമായി ബന്ധപ്പെട്ടാണ്? ക്രിക്കറ്റ്. അതുപോലെ ബുള്ളി സ്കൂപ്പ്, ഹോക്കി. ഡയമണ്ട് പിഞ്ചിങ്, ബേസ്ബോൾ. പ്ലോഡർ വിസ്കേഴ്സ്, ബോക്സിംഗ് അല്ലേ. കുറേ വാക്കുകളുണ്ട്. ഇപ്പം നമുക്ക് ഇപ്പോൾ നോക്കൗട്ട്, ഹൂക്ക്, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ബോക്സിംഗ് ആണെന്ന് മനസ്സിലാവും അല്ലേ. പ്ലോഡർ വിസ്കേഴ്സ് ഒക്കെ നമുക്കൊരു ഡൗട്ട് വരും. അതുപോലെ ആൽബട്രോസ്, ഈഗിൾ, ഗോൾഫ്. മാലറ്റ്, ചുക്ക, ചക്കർ, പോളോ. നമ്മൾ ഒരിക്കലും വിചാരിക്കത്തില്ല ചുക്ക, ചക്കർ, പോളോ ആണോ എന്നൊക്കെ അല്ലേ. ഗാംബീറ്റ്, സ്റ്റേറ്റ്സ്മാൻ, സ്റ്റേറ്റ്മേറ്റ് ഒക്കെ ചെസ്സാണ്. ഓക്കെ, സ്റ്റേറ്റ്മേറ്റ് ഒക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷെ ഗാംബീറ്റ് അതിൻ്റെ മലയാളം സിസിലിയൻ പ്രതിരോധം എന്നൊക്കെയാണ്. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മാച്ച് ദ ഫോളോയിങ്. ഓക്കെ, ഇതും കറക്റ്റായിട്ടാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. ബോട്ട് റേസും വള്ളംകളികളും അവ നടക്കുന്ന കായലുകളുമാണ് നമുക്ക് പഠിക്കേണ്ടത്. നെഹ്റു ട്രോഫി എവിടെയാണ് നടക്കുന്നത്? പുന്നമടക്കായലിലാണ്. ദ പ്രസിഡൻസ് ട്രോഫി അഷ്ടമുടി കായലിലാണ്. ശ്രീനാരായണ ജയന്തി വേമ്പനാട് ലേക്ക് ആൻഡ് അയ്യങ്കാളി ബോട്ട് റേസ് നമ്മുടെ വെള്ളയാണി ലേക്കിലാണ് അല്ലേ. രണ്ടാമത്തെ ശുദ്ധജല, ഏറ്റവും വലിയ ശുദ്ധജല തടാകം കേരളത്തിലെ. ഓക്കെ, അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രിൻ്റർ ഈസ് എ ടൈപ്പ് ഓഫ് ഇമ്പാക്റ്റ് പ്രിൻ്റർ? രണ്ട് ടൈപ്പ് ഓഫ് പ്രിൻ്റേഴ്സ് ഉണ്ട്, നോൺ ഇമ്പാക്റ്റും ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സും. ഇതിൽ ശരി ഉത്തരം ഒന്ന് കണ്ടെത്തുക. ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് വരുന്നുണ്ടല്ലേ, പഴയ ഒരു സിസ്റ്റമായിരുന്നു അത്. ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററാണ്. ഓക്കെ, ലേസറും ഇങ്ക് ജെറ്റും ഒക്കെ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ? ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട്. എന്താണ് സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ ഉദ്ദേശിക്കുന്നത്? ശരി ഉത്തരം ഈസിലി ക്രിയേറ്റിംഗ് പബ്ലിസിറ്റി ബൈ സോഷ്യൽ നെറ്റ്വർക്ക്സ് ആണ് സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡേറ്റ് ഓൺ വിച്ച് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇൻവാലിഡേറ്റഡ് സെക്ഷൻ 66A ഓഫ് IT Act 2000. അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി റദ്ദാക്കിയ സെക്ഷനാണ് 66A. അതേത് വർഷം ആയിരുന്നു? 2015 ഡേറ്റ്, മാസം. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ, 24/3/2015. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ടീച്ചിങ് മെത്തേഡ്സ് ഡസ് ദ സ്റ്റുഡൻറ്റ് അക്വയർ ദ നോളജ് ഹിംസെൽഫ് ബൈ ഡിസ്കവറിംഗ് ദ ഫാക്ട്സ് ഹിംസെൽഫ്?
ദ ആൻസർ ഈസ് ഹ്യൂറിസ്റ്റിക് മെത്തേഡാണ്. ഓക്കെ, നെക്സ്റ്റ്. Nancy has good information about the rules of society, but still she is rigid in her perception of a problem. She is belonging to the stage of Kohlberg's moral development. അല്ലേ, 3 ഡെവലപ്മെൻറ്റ്സ് കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻ്റ് ഉണ്ട്. പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ. ഇതിൽ 3 ഏതിലാണ് പെടുന്നത്? ഓക്കെ, സോ ദ ആൻസർ ഈസ് കൺവെൻഷണൽ സ്റ്റേജ് ആണ്. അല്ലേ, 0 to 9 ഇയേഴ്സ് ആകുമ്പോൾ പ്രീ കൺവെൻഷണൽ, ആൻഡ് 9 to 13 ആകുമ്പോൾ കൺവെൻഷണൽ സ്റ്റേജ്, അഡോളസൻസ് ടു അഡൽട്ട് വരെ പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അനുസരിക്കുകയും മൊറാലിറ്റിയൊക്കെ കീപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കൺവെൻഷണൽ സ്റ്റേജിലായിരുന്നു നമ്മുടെ നാൻസി. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഗുഡ് ബോയ് അല്ലെങ്കിൽ ഗുഡ് ഗേൾ ആറ്റിറ്റ്യൂഡ് സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ഏജാണ് ആ ഒരു ടൈം, 9 to 13. ഓക്കെ, ശരി. അടുത്ത ചോദ്യം. The name William Stern is closely associated with. ഇപ്പോൾ ഇദ്ദേഹമാണ് വില്യം സ്റ്റേൺലി. He is associated with. The right answer is option D, intelligent quotient, IQ, അല്ലേ, വില്യം സ്റ്റേൺസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following expansions are correct? IEDC, Integrated Education for Disabled Children, NCSE, National Council for Special Education, ECCE, Early Childhood Care and Education, ADHD, Attention Deficit Hyperactivity Disorder. അപ്പോൾ ഇതെല്ലാം ശരിയാണ്. അപ്പോൾ ഈ ഒരു സംഗതികൾ ഫുൾ ഫോംസും അതൊന്ന് അക്രോണിംസും ഒന്ന് പഠിച്ച് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിസ്റ്റർ ജോർജ് കോളം എപ്പിലോഗ്. ഇത് നമ്മുടെ സ്കൂൾ ഫോർ സ്കാൻഡൽസിൻ്റെ എപ്പിലോഗ് എഴുതിയതാണ് മിസ്റ്റർ ജോർജ് കോൾമാൻ. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്ലൂഡ്സ് എലാബറേറ്റ് പാരഡി ഓഫ് എ ഫേമസ് സ്പീച്ച് ഓഫ് ഷേക്സ്പിയേഴ്സ് ഡാഷ് പ്ലേ. ഒരു ഷേക്സ്പിയറിൻ്റെ പ്ലേയും ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. എപ്പിലോഗ് എഴുതുന്ന സമയത്ത് കോൾമാൻ, സ്കൂൾ ഫോർ സ്കാൻഡൽസ്. ഇതിൻ്റെ പ്രോലോഗ് ആരാണ് എഴുതിയെന്നറിയാവോ? ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പ്രോലോഗ്, എപ്പിലോഗ് കോൾമാൻ ആണ്. ശരി, ഇവിടുത്തെ ആൻസർ ഒഥല്ലോയാണ്. ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോ എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു ലൈൻസ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ദെൻ അഗെയിൻ സ്കൂൾ ഫോർ സ്കാൻഡൽസിലെ ക്യാരക്ടേഴ്സിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഡയലോഗ്സ് ആണ്, നമുക്കതൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, കറക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ടെയിൽ ബിയറേഴ്സ് ആർ ആസ് ബാഡ് ആസ് ടെയിൽ മേക്കേഴ്സ്. അത് നമ്മുടെ ലേഡി കാൻഡോർ ആണ് പറയുന്നത്. അതുപോലെ ഐ ഹാവ് ബീൻ ദ മോസ്റ്റ് മിസറബിൾ ഡോഗ്, പീറ്റർ ടീസൽ. ഐ മേ വിയർ എ ലിറ്റിൽ ചാരിറ്റി ഇൻ മൈ ഫേസ്, ജോസഫ്. ആൻഡ് ദർ ഈസ് നത്തിങ് ഇൻ ദ വേൾഡ് സോ നോബിൾ ആസ് എ മാൻ ഓഫ് സെൻറ്റിമെൻറ്റ്, സർ പീറ്റർ ടു ചോൾസ് അബൌട്ട് ജോസഫ്. അപ്പോൾ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ലൈൻസ് സ്കൂൾ ഫോർ സ്കാൻഡൽസ് എന്നുള്ള പ്ലേയിൽ നിന്നും ഓക്കെ ഒന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷേക്സ്പിയർ ഈസ് ഇൻഡപ്റ്റഡ് ടു വൺ ഓഫ് ദി ഫോളോയിങ് സോഴ്സ് ഓഫ് സബ്ജക്ട് മാറ്റർ ഓഫ് സം ഓഫ് ഹിസ് പ്ലേസ്. ചൂസ് ദ റൈറ്റ് വൺ ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ ഷേക്സ്പിയർ കടപ്പെട്ടിരിക്കുന്നു അല്ലേ, അദ്ദേഹത്തിൻ്റെ കുറച്ച് റെഫറൻസ് എടുത്തിരിക്കുന്ന ഒരു ബുക്ക് ഇതിനകത്തുണ്ട് 4 ഓപ്ഷനിൽ. അത് ഏതാണെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഹോളിൻഷെഡ് ക്രോണിക്കിൾസ് അല്ലേ, ഹോളിൻഷെഡ് ക്രോണിക്കിൾസ് ഓഫ് ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ് ആൻഡ് അയർലൻഡ്. അതിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്ലേസിൽ, ഷേക്സ്പിയറിൻ്റെ കുറച്ച് പ്ലേസിലെ റെഫറൻസ് അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇൻ ഹിസ് പ്ലേ ഓൾസോയിങ്ക ഡീൽസ് വിത്ത് ദ കൾച്ചർ ഓഫ് ഡാഷ് കൾച്ചർ ഓഫ് നൈജീരിയ. ഏത് കൾച്ചറാണ്? ഓക്കെ, ആൻസർ യുറോബ കൾച്ചറാണ് കേട്ടോ. ഇവിടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഫോട്ടോസൊക്കെ അവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആഫ്രിക്കൻ, നൈജീരിയൻ, യുറോബ ട്രൈബാണ്, ഓർത്ത് വെക്കുക. ഓക്കെ, ഓൾസോ ഇങ്ക, അതാണ് അദ്ദേഹത്തിൻ്റെ മിക്ക പ്ലേസിലും ഡീൽ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഹാവ് പിക്കറിംഗ് ആൻഡ് ഹിഗിൻസ് റിട്ടൺ റെസ്പെക്റ്റീവ്ലി? ഓപ്ഷൻ സി, സ്പോക്കൺ സാൻസ്ക്രിറ്റ് ആൻഡ് ഹിഗിൻ യൂണിവേഴ്സൽ ആൽഫബറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The term phonetics is derived from which language? The term phonetics is derived from
Greek. Okay. Phoneticos, vocal, which is the term, has the root word from voice or sound. Okay. അപ്പോൾ ഗ്രീക്ക് വേർഡാണ് ഫോണിറ്റിക്സ് വന്നത്. ഓക്കെ. മോണോത്തോങ്സ് is called as the pure vowel, is marked by a steady quality, is a single vowel sound. ശരി ഉത്തരം ഓൾ ഓഫ് ദി എബവ് ആണ് കേട്ടോ. 12 മോണോഫ്തോങ്സ് ആണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ. യെസ്. നെക്സ്റ്റ്. വൈൽ പ്രൊനൗൺസിങ് ഡാഷ് ദ പാസേജ് ഓഫ് ഈസ് എയ്തർ കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി ക്ലോസ്ഡ് ആൻഡ് the air passes through the speech organ with the audible friction is a consonant. Okay, അപ്പോൾ while pronouncing consonant, the passage is either completely or partially closed and the air passes through the speech organ with the audible friction. Okay. Next, diphthongs are dash. ഡബിൾ കൺസണൻറ്റ് സൗണ്ട്സ് ആണോ ഡബിൾ വവൽ സൗണ്ട്സ് ആണോ? ശരി ഉത്തരം ഓപ്ഷൻ ഡി, ഡബിൾ വവൽ സൗണ്ട്സ്. ഓക്കെ. വിച്ച് ഓർഗൻ ഈസ് നോൺ ആസ് ദ റൂട്ട് ഓഫ് ദി മൗത്ത്? റൂഫ് ഓഫ് ദി മൗത്ത്, സോറി. അപ്പോൾ നമുക്ക് ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഒരു സോഫ്റ്റ് പാലറ്റ് ഉണ്ട്, ഹാർഡ് പാലറ്റ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും റൂഫ് ഓഫ് ദി മൗത്ത് എന്നറിയപ്പെടുന്നത് ഹാർഡ് പാലറ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ്. വിച്ച് സ്കൂൾ വാസ് ഫൗണ്ടഡ് ബൈ ഫ്രോയിഡ്? സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സ്കൂള് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏത് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സോ ആൻസർ ഈസ് സൈക്കോ അനാലിസിസ്. ഓക്കെ. നെക്സ്റ്റ്. അക്കോർഡിംഗ് ടു ഡാഷ് സൈക്കോളജി ഈസ് ദ പോസിറ്റീവ് സയൻസ് ഓഫ് ബിഹേവിയർ. അക്കോർഡിംഗ് ടു ഹൂം സൈക്കോളജി ഈസ് ദ പോസിറ്റീവ് സയൻസ് ഓഫ് ബിഹേവിയർ. അപ്പോൾ ഈ ചിത്രം കണ്ടിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ അത്ര നമ്മൾ പരിചിതമല്ല അല്ലേ? സോ ദ ആൻസർ ഈസ് JB വാട്സൺ. അപ്പോൾ ഇനി നമുക്ക് മനസ്സിലായി JB വാട്സൺ ആണ് സൈക്കോളജി ഈസ് എ പോസിറ്റീവ് സയൻസ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ. ദ കൺസെപ്റ്റ് ലൈക്ക് ഇൻട്രോസ്പെക്ഷൻ ആൻഡ് കോൺഷ്യസ് എക്സ്പീരിയൻസ് ആർ അസോസിയേറ്റഡ് വിത്ത് ഫോർമലിസം, ബിഹേവിയറിസം, സ്ട്രക്ചറലിസം, ഗസ്റ്റാൾട്ട് സൈക്കോളജി. ദ റൈറ്റ് ആൻസർ ഈസ് structuralism. Okay, and the person who is related is William Wundt. Okay, next question. Which one of the following is an example of fine motor skill? Running, writing, climbing, hopping. രണ്ട് തരം മോട്ടോർ സ്കിൽ ഉണ്ടല്ലേ. നമുക്ക് ഇവിടുത്തെ ഫൈൻ മോട്ടോർ സ്കിൽ ഏതാണെന്ന് ആദ്യം പഠിക്കാം. റൈറ്റിംഗ് ആണ്. സോ ഗ്രോസ് മോട്ടോർ സ്കില്ലുണ്ട്, ഫൈൻ മോട്ടോർ സ്കില്ലുണ്ട്. നമ്മളിവിടെ ഫൈൻ മോട്ടോർ സ്കില്ലാണ് റൈറ്റിംഗ്, ഒരു ഐ ഹാൻഡ് കോർഡിനേഷനാണ്. എന്നാൽ ഗ്രോസ് മോട്ടോർ സ്കില്ല് സ്കിപ്പിംഗ്, സൈക്ലിംഗ്, ലാർജ് മസിൽസ് ഓഫ് ദ ബോഡി അല്ലേ യൂസ് ചെയ്യുന്നു. ഇവിടെ അങ്ങനെയല്ല. ഫൈൻ മോട്ടോർ സ്കില്ലാണെങ്കിൽ സ്മോൾ മസിൽസ് ആണ് യൂസ് ചെയ്യുന്നത്, ഓർത്ത് വെക്കുക. യെസ്. നെക്സ്റ്റ്. മാച്ച് ദ ഫോളോയിങ്. അപ്പോൾ ഈ ടേംസും അതിൻ്റെ ഫൗണ്ടേഴ്സും അല്ലെങ്കിൽ അത് ആദ്യമായിട്ട് യൂസ് ചെയ്ത ആര് എന്നൊക്കെ ഉള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് വില്യം ജെയിംസ് in the year 1890. Defamiliarization Victor Slavoski 1917. Practical criticism I.A. Richards 1929. Hersey of phrases paraphrases Hersey of paraphrases Clint Brook in the year 1947. Okay, ഇത് ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ടായിരുന്നു ക്വസ്റ്റ്യൻ തന്നിരുന്നത്. ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ഇതിങ്ങനെ ഷഫിൾ ചെയ്ത് ഡീഫെമിലൈസേഷൻ, പ്രാക്ടിക്കൽ ക്രിറ്റിസിസം. അപ്പോൾ ഞാനത് നമുക്ക് വർഷവും ക്രോണോളജിക്കൽ ഓർഡറും ഉണ്ട്, പ്ലസ് അതിൻ്റെ ആ വേർഡ് യൂസ് ചെയ്ത് ആദ്യമായിട്ട് ആ ടേം യൂസ് ചെയ്ത് ആര് എന്നുള്ളതും നമുക്ക് അഡീഷണൽ ആയിട്ടൊന്ന് പഠിച്ചു വയ്ക്കാം. അപ്പം സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ഒക്കെ നമുക്ക് വളരെ ഫെമിലിയർ ആണല്ലേ, വില്യം ജെയിംസ്. ഓക്കെ, അതുപോലെ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം I.A. റിച്ചാർഡ്, ആ വർഷവും കൂടെ നമുക്കൊന്ന് പഠിച്ചു വെക്കണം. ഡീഫെമിലറൈസേഷൻ വിക്ടർ സ്ലോവോസ്കി ആൻഡ് ഹെർസേ ഓഫ് പാരഫ്രൈസ് ക്ലിന്റ് ബ്രൂക്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ കോൾസ് മിൽട്ടൺ ഗോഡ് ഗിഫ്റ്റഡ് ഓർഗൻ വോയിസ് ഓഫ് ഇംഗ്ലണ്ട്? ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് ആളെ മനസ്സിലായോ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ടെന്നിസൺ ആണ്. ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ ആണ് മിൽട്ടൺ എന്തെന്ന് വിളിച്ചത്? ഗോഡ് ഗിഫ്റ്റഡ് ഓർഗൻ വോയിസ് ഓഫ് ഇംഗ്ലണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ olfactory image in the poem Night of the Scorpion?
ആൻസർ ഓപ്ഷൻ എ സ്മെൽ ഓഫ് കാൻഡിൽസ്. ഓക്കെ. ടൈപ്സ് ഓഫ് ഇമേജറീസ് ഓഡിറ്ററി ഉണ്ട്. അതിൽ മ്യൂസിക്, സൈലൻസ്, നോയ്സ് ഒക്കെ വരുന്നതാണ് ഓഡിറ്ററി, നമ്മൾ ഹിയറിങ്ങുമായി ബന്ധപ്പെട്ടതല്ലേ. ടാസിറ്റൈൽ ആണെങ്കിൽ ടച്ച്, ഫീലാണ്, ടെക്സ്ചർ, മൂവ്മെൻറ്റ്, ടെമ്പറേച്ചറൊക്കെ. ആൻഡ് ഗസ്റ്റേറ്ററി ആണെങ്കിൽ നമുക്ക് ടേസ്റ്റ് ആണ്. ഓൾഫാക്ടറി ഇപ്പോൾ പറഞ്ഞു, സ്മെല്ലുമായി ബന്ധപ്പെട്ടത്. പിന്നെ വിഷ്വൽ ആണുള്ളത്. ഓക്കെ. അപ്പോൾ 5 ടൈപ്പ് ഓഫ് ഇമേജറീസ് ആണ് പോയട്രിയിൽ യൂസ് ചെയ്യുന്നത്. നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോണിൽ ഇവിടെ തന്നിട്ടുള്ളതിൽ ഓൾഫാക്ടറി എന്ന് പറയുന്ന എക്സാമ്പിൾ സ്മെൽ ഓഫ് കാൻഡിൽസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് മൈക്രോ ടീച്ചിങ് ഇൻ ഇന്ത്യ? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നമുക്ക് പെട്ടെന്ന് ഡ്വൈറ്റ് ആലൻ ഒക്കെ നമ്മുടെ മനസ്സിൽ വരും. അദ്ദേഹമാണിത് ഈ ഒരു മൈക്രോ ടീച്ചിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓപ്ഷൻ സി ആണ് ആൻസർ. ഡി തിവാരി ആണ്. ഓക്കെ. ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഇൻട്രൊഡ്യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് മൈക്രോ ടീച്ചിങ് ഇൻ ഇന്ത്യ ഇൻ 1967 അറ്റ് ദ ഗവൺമെൻറ് സെൻട്രൽ പെഡഗോഗിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ അലഹബാദ്. ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. ടീച്ചിങ് ഓഫ് പ്രോസ് റിലേറ്റഡ് ടു ശരി ഉത്തരം കൊഗ്നിറ്റീവ് ഡൊമൈൻ ആണ് ശരി ഉത്തരം. ഓക്കെ. വിച്ച് ഈസ് ദ മെയിൻ ഓർഗൻ ഇൻ ദ ഫോണേറ്ററി സിസ്റ്റം? വോയിസ് ബോക്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ഓപ്ഷൻ ബി ലാറിങ്സ് ആണ് ദ മെയിൻ ഓർഗൻ ഇൻ ഫോണേറ്ററി സിസ്റ്റം. ഓക്കെ. വിച്ച് ഈസ് ദ ഏജ് ഓഫ് ഡ്രൈഡൻ ആൻഡ് പോപ്പ്? ശരി ഉത്തരം നിയോ ക്ലാസിക്കലാണ്. ഡ്രൈഡൻ, ജോൺ ഡ്രൈഡൻ ആൻഡ് അലക്സാണ്ടർ പോപ്പ് ബോത്ത് ബിലോങ് ടു ദ ക്ലാസിക്കൽ ഓർ നിയോ ക്ലാസിക്കൽ, ഓൾസോ നോൺ ആസ് ദ അഗസ്റ്റൻ ഏജ് ഓർ ദ ഏജ് ഓഫ് റീസൺ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഓക്കെ. റൊമാൻറ്റിക് റൈറ്റിംഗ് ഓൾസോ നോൺ ആസ് ഡാഷ് ക്രിറ്റിസിസം? റൈറ്റ് ആൻസർ എക്സ്പ്രസീവ് ക്രിറ്റിസിസം. ഓക്കെ. ആർട്ട് ആസ് എ ടെക്നിക് ഈസ് എൻ എസ്സേ ബൈ? ഈ പിക്ചർ കണ്ടാൽ നമുക്ക് ആ വ്യക്തി അറിയാമെങ്കിൽ ആൻസർ കിട്ടും. ഇല്ല, നമ്മൾ ഫെമിലിയറായി വരുന്നതേ ഉള്ളൂ അല്ലേ. വിക്ടർ സ്ലോവോസ്കിയാണ് ആർട്ട് ആസ് എ ടെക്നിക് എന്ന എസ്സേ എഴുതിയത്. ഓക്കെ. OPOJAS ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഡാഷ് ഇസം? ഓക്കെ. നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത വ്യക്തിയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് റഷ്യൻ ഫോർമലിസം അല്ലേ. എ മൂവ്മെൻറ്റ് ഇൻ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി ദാറ്റ് എമേഴ്സ്ഡ് ഇൻ റഷ്യ ഇൻ ദ 1910s and 20s ലെഡ് ബൈ വിക്ടർ സ്ലോവാസ്കി. ഓക്കെ. OPOJS. ഇൻ ദ 19th century റൈറ്റേഴ്സ് ഇൻക്ലൂഡ്സ്. ഈ 3 പേരും 19th century റൈറ്റേഴ്സാണ്. ഫ്രാൻസിൽ നിന്നും ഓണർ ഡി ബെലാസ്ക്, ഇംഗ്ലണ്ടിലെ ജോർജ് ഏലിയറ്റ്, വില്യം ഡീൻ ഹോവൽ ഇൻ അമേരിക്ക. ഓക്കെ. 19th century പോയറ്റ്സ് ആണ്, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ കോയിൻഡ് ദ ടേം നാച്ചുറലിസം? ഈ പിക്ചറിൽ കാണുന്ന വ്യക്തിയാണ് നാച്ചുറലിസം എന്ന ടേം കോയിൻ ചെയ്തത്. നമ്മൾ ഫെമിലിയറായി വരുന്നതേ ഉള്ളൂ. ഹിസ് നെയിം ഈസ് എമിലി സോള. ഓക്കെ. യെസ്. ദ സയൻറ്റിസ്റ്റ് ഹൂ ഇൻഫ്ലുവൻസ്ഡ് ദ എമർജൻസ് ഓഫ് നാച്ചുറലിസം? ദ സയൻറ്റിസ്റ്റ് ഹു വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ എമർജൻസ് ഓഫ് നാച്ചുറലിസം. ഈ പിക്ചർ നമുക്ക് ഫെമിലിയർ ആണ് അല്ലേ. ഈസ് ചാൾസ് ഡാർവിൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്റ്റോറി ഓഫ് അനിമൽ ഫാം ബിഗിൻസ് വിത്ത്? ആരൊക്കെ തമ്മിലുള്ള റിവോൾട്ട് എന്നാണ് അനിമൽ ഫാം തുടങ്ങുന്നത്? ഇറ്റ്സ് എ റിവോൾട്ട് ഓഫ് അനിമൽ അഗൻസ്റ്റ് മാൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടൈറ്റിൽ റൂട്ട്സ് ആൻഡ് ഷാഡോസ് പ്രൈമർലി റെഫേഴ്സ് ടു? റൂട്ട്സ് നമുക്കറിയാം അല്ലേ, ഹിന്ദുവിൻ്റെ ഫാമിലി ആൻഡ് ആൻസിസ്ട്രൽ ഹോമിനെയാണ് കാണിക്കുന്നത്. ഷാഡോ അവളുടെ കോൺഫ്ലിക്റ്റ് ആൻഡ് സ്ട്രഗിൾ ആണ് കാണിക്കുന്നത്. സോ ദ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഹിന്ദുസ് ഫാമിലി ആൻഡ് ഹെർ ആൻസിസ്ട്രൽ ഹോം ആൻഡ് ദ കോൺഫ്ലിക്റ്റ് ആൻഡ് സ്ട്രഗിൾ ഷീ ഫേസസ്. ഓക്കെ. അപ്പോൾ റൂട്ട്സ് ആൻഡ് ഷാഡോ എഴുതിയത് ഈ ഒരു മാഡമാണ്, ശശി ദേശ്പാണ്ഡെ. ഓക്കെ. കറക്റ്റ്. When one syllable is a word, in a word is pronounced with more emphasis than the other, it is called ശരി ഉത്തരം സ്ട്രെസ് ഓർ അക്സെൻറ്റ് അല്ലേ. നമുക്ക് സിലബിൾ എങ്ങനെയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻക്രീസ് എന്ന് പറയുമ്പോൾ അത് നൗൺ ആണെങ്കിൽ
അതിൻ്റെ ഫസ്റ്റ് പാർട്ടിലായിരിക്കും അതിൻ്റെ സിലബിളിൻ്റെ സ്ട്രെസ്സ് വരുന്നത് അല്ലേ, ഇൻക്രീസ്. എന്നാൽ അത് വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടിലായിരിക്കും സിലബിൾ സ്ട്രെസ്സ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ ഒരു എക്സാമ്പിളും കൂടെ പറയാം. ഇപ്പോൾ റെക്കോർഡ് നൗൺ റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് സിലബിളിൽ വരുന്നു. റെക്കോർഡ് നൗണായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സിലബിളിൽ വരുന്നു. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.